ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? ഇന്നിപ്പോൾ സ്കൂള് ലീവായത് കാരണം ഇന്നെടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. പണിമുടക്കായതുകൊണ്ട് എന്തായാലും സ്കൂളില്ലല്ലോ. ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ പണിമുടക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറേ പ്രൊഡക്റ്റീവ് ആണെന്ന് വിചാരിച്ച് കുറേ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് തുറന്നപ്പോഴാണ് ഇതേമാതിരി ഡെസ്ക് പൂപ്പൽ പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ പ്രൊഡക്റ്റീവ് ആകുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പണിയാണ് വെള്ളം ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കുടിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ലെമണൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഒരു ജേർണലിംഗ് ഒക്കെ ചെയ്യാമെന്നൊരു തോട്ട്. അത് കാരണം ഇന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു ജേർണലിംഗ് ചെയ്യാട്ടോ. ഒരു റോസ് തീമിൽ സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയത് കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ടാണ് ചെയ്തിരുന്നത്. എന്നോട് ഒരാൾ കുറേ മുന്നേ ഒരു പിങ്ക് ജേർണൽ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് കേട്ടോ ഞാനത് ശരിക്കും പറഞ്ഞത് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജേർണലിംഗ് ചെയ്യണത്. ഇതുവരെ ചെയ്തത് ഇങ്ങനെ എഴുതുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല. വെറുതെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ എഴുതി വെക്കുന്ന രീതിയിൽ ഇതുപോലെ കളർഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ ഒരു വട്ടം ചെയ്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, അതായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി മീഷോന്ന് കുറേ ദിവസം മുന്നേ ഇങ്ങനെ വാൾപേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ജൂൺ മാസം തൊട്ട് ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ. സാധനം വരും തിരിച്ചു പോവും, വരും തിരിച്ചു വരും, അങ്ങനെ വന്നിട്ട് ഇത് അവസാനം ഞാൻ മൂന്നാമത്തെ വട്ടം ഓർഡർ ചെയ്ത സാധനമാണ് കേട്ടോ ഈ വാൾപേപ്പർ. പക്ഷെ എന്തോ ഭാഗത്തിന് വാൾപേപ്പർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ 12-ാം തീയതി ആയിരുന്നു ഡേറ്റ് കാണിച്ചിരുന്നെങ്കിലും നേരത്തെ കിട്ടിയിട്ട് സാധനം. അപ്പം ഞാനും ബപ്പയും അനീത്തിയൊക്കെ കൂടിയായിട്ട് ഇത് ഡെസ്കിൽ ഒട്ടിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടേബിളിൽ ഇങ്ങനെ വാൾപേപ്പർ ഒട്ടിക്കണമെന്ന്. ഞാൻ ഓൾറെഡി ചാർട്ട് പേപ്പറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വാൾപേപ്പർ വേണം എന്നൊക്കെ ഒട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ സാധനം വരാണ്ട് ഞാനിങ്ങനെ കാത്തിരുന്ന് വന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പപ്പയൊക്കെ വന്നിട്ട് ഒട്ടിക്കുകയാണ്. ഈ സാധനം വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അത് കാരണം ഇത്ര വൃത്തിക്ക് കിട്ടുന്നത്. സാധാരണ ഒട്ടിക്കുമ്പോൾ ചുളിഞ്ഞു പോകില്ല. പക്ഷേ ഈ സാധനം കൊണ്ട് ഇങ്ങനെ നമ്മൾ നല്ല വൃത്തിക്ക് ഒട്ടിക്കണ കാരണമാണ് ഇതിങ്ങനെ നല്ല വൃത്തിക്ക് ഒട്ടിയിട്ട് കേട്ടോ. നല്ല വൃത്തിക്ക് ഒട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് വീണ്ടും വെച്ചു കേട്ടോ. എന്തായാലും ഡെസ്കിൽ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഡെസ്ക് മേക്ക് ഓവറൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. മെല്ലെ നമുക്ക് ചെയ്യാം. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്ന്. പക്ഷേ എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറ്റിയല്ലോ. ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ട ശേഷമാണ് എൻ്റെ ഡെസ്കിൽ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുകയാണ്. നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കണം. ബോട്ടണിയാണ് പഠിക്കണത്. കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് പേജ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി റിവിഷൻ നടത്താൻ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫിലും പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ അന്നന്ന് പഠിക്കണ ഒരാളേ ഇല്ല. പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന ഒരാളാണ്. ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാവാൻ തീരുമാനിച്ചു. അത് മാത്രമല്ല +1 ഞാൻ അത്യാവശ്യം ഉഴപ്പി. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായ മാർക്കുകളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം +2ൽ അങ്ങനെ ഉണ്ടാവരുതെന്ന് വിചാരിക്കുന്നുണ്ട്. മാർക്ക് എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന എഫേർട്ട് നമ്മൾ ഇടണം. അതായത് +1ൽ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ലാസ്റ്റ് നിമിഷമാണ് എന്തെങ്കിലുമൊക്കെ നോക്കിയത്. +2ലാകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പഠിക്കണം. മാർക്ക് എത്ര കിട്ടിയെന്നല്ല, പഠിക്കണം. അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത് കേട്ടോ. പിന്നെ പരീക്ഷ ഇടും. പിന്നെ ക്ലാസ് PT ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പേരൻസിനൊക്കെ പേപ്പർ കാണിച്ചു കൊടുക്കും. അതൊക്കെ കൊണ്ടാണ് ഈ പഠിക്കുന്നത്. അല്ലാണ്ട് ഫുൾ നന്നാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിക്കണമെന്നല്ല. ഇനി അന്നന്ന് പഠിക്കണം എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. എന്നാലും അന്നൊന്നും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കുറേ ഉണ്ട് ഇനിയും പഠിക്കാൻ. കുറേ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ചിലതിലൊക്കെ 1-2 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില സബ്ജക്റ്റൊക്കെ 2ാമത്തെ ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നു, ഫിസിക്സും കെമിസ്ട്രിയൊക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കണം. എനിക്ക് ഇങ്ങനെ ലീവ് കിട്ടുന്ന ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ തലേ ദിവസമേ ഞാൻ മുൻകൂട്ടി ഓരോന്ന് ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ ഇന്നലെ തന്നെ എൻ്റെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നല്ല ഫ്രഷ് ആയിട്ട് വരണം, എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തലേ ദിവസം തന്നെ നല്ല വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ട് ഇന്ന് ഞാൻ ഇതുപോലെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ദിവസം പ്ലാനൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഇന്ന് എണീറ്റ് വന്നത്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്തായാലും പ്രൊഡക്റ്റീവ് ആവാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. നല്ല പ്രൊഡക്റ്റീവ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വ്ളോഗൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ടൊന്ന് പ്രൊഡക്റ്റീവ് ആണെന്ന് തോന്നുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ തോന്നിക്കോട്ടെ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടണിയാണ് പഠിക്കുന്നത്. അത്യാവശ്യം പഠിക്കാണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടാണ് പഠിക്കുക. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഇതാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക എന്നെ തന്നെ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതൊക്കെ പഠിക്കുന്നത്. പിന്നെ ആദ്യമേ പറയുന്നത് വലിയ പഠിപ്പൊന്നുമല്ല കേട്ടോ. പഠിപ്പേ അല്ല ഞാൻ ഒരു മീഡിയത്തിലൊക്കെ അങ്ങനെ ഓടുന്നു. മീഡിയോ അല്ല, അങ്ങനെയൊക്കെ ഓടുന്നു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അല്ലാണ്ട് ഭയങ്കര പഠിപ്പൊന്നുമല്ല ഞാൻ. അപ്പോൾ അതാണ്ട് പഠിക്കുന്നതിൻ്റെ ഇടയിലും ഇതുപോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും കുടിക്കണമല്ലോ. പിന്നെ കുറേ നേരം പഠിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാനിങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡും കഴിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാണ്ട് വൈകുന്നേരം ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വേറൊരു സംഭവം ചെയ്യാനാണ് ഇട്ടിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ക്രാഫ്റ്റ് യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ കാണുന്ന എല്ലാവിധ ഡെസ്കിലും കാണുന്ന ഒരു സാധനമാണ്. ഒരുവിധം എല്ലാ ഡെസ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഓർഗനൈസർ. അപ്പോൾ അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ₹1 ചിലവില്ലാണ്ട് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടോ. കുറച്ചും കൂടി അതിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പപ്പയാണ് കേട്ടോ എനിക്കത് ഉണ്ടാക്കി തന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പഞ്ചസാരയും അതേപോലെ തന്നെ ബ്രൂവും പിന്നെ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക. വീണ്ടും ചൂടുവെള്ളം ഒഴിക്കുക. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഞാൻ ഈ കോഫി ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ചെയ്ത് നോക്കുന്ന പരീക്ഷണങ്ങളാണ്. ഇടയ്ക്ക് ഇത് ഫ്ലോപ്പ് ആവാറുണ്ട്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കൽ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി ടു ഡു ലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോഴാണ് നമ്മൾ ജേണൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെന്ന് കണ്ടത്, ബുള്ളറ്റ് ജേണൽ. അപ്പോൾ ഈ ഒരു മാസത്തെ ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഈ ബുള്ളറ്റ് ജേണൽ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്കിതിങ്ങനെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാണ്. അത് കാരണം ഞാൻ ഈ ഒരു മാസത്തേക്ക് ചെയ്തിട്ടില്ല എന്നുള്ള കാരണം തന്നെ വേഗം വന്നിരുന്ന് ചെയ്യാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായുള്ള തീമിലാണ് ചെയ്യണം. ഞാൻ എല്ലാ പ്രാവശ്യവും എന്തെങ്കിലുമൊക്കെ തീമിലായിരിക്കും ബുള്ളറ്റ് ജേണൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം ഒരു തീമില്ലാണ്ട് കുറച്ച് കളറായിട്ട് സിമ്പിളായിട്ട് ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ട് ചെയ്തതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കിടക്കാൻ പോവാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നേരത്തെ കിടന്നുറങ്ങുകയാണ്. നമ്മൾ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ ടിക്ക് ചെയ്യല്ലേ, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ടിക്ക് ചെയ്യാണ്. 6 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 6 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു ചെയ്യാണ്ടിരുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം ചെയ്തിട്ടുണ്ട്. പഠിക്കലാണ് വലിയ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കാര്യങ്ങൾ, ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.